ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മക്കൾക്ക് ക്ലാസ് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ അരിയൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ അത് അവിടുന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു ഗ്യാപ്പിൽ കിച്ചണൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കിച്ചൺ മാത്രമേ ഒന്ന് തുടയ്ക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അവർ ക്ലാസ് പോയിട്ടാണ് തുടയ്ക്കുന്നത്. കാരണം എല്ലാം കൂടെ ഇപ്പോൾ തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നടക്കൂല കേട്ടോ. അപ്പോൾ അവർ പോയിട്ട് സ്വസ്ഥമായിട്ട് തുടയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ എല്ലാവർക്കും എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അല്ലേ ഇത്. അങ്ങനെ ഋതക്കൊന്ന് എക്സാം ഉണ്ട്. അപ്പോൾ അവൾ കുറച്ച് നേരം പഠിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. രാവിലെ കുറച്ച് സമയം കിട്ടിയപ്പോൾ അവളൊന്ന് വായിക്കുകയാണ് കേട്ടോ. പിന്നെ അയ്മൻ്റെ വിശേഷം എന്ന് പറയുമ്പോൾ അയ്മൻ എക്സാം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അയ്മൻ്റെ മുടിയൊക്കെ വെട്ടാനായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, അയ്മൻ്റെ മുടിയൊക്കെ വെട്ടാനായിട്ടുണ്ട്. അപ്പോൾ അവന് സുഖമില്ലാത്തത് കാരണം അങ്ങനെ നീണ്ടു പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ലീവാണല്ലോ, അന്നപ്പം പോയിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടണം. അങ്ങനത്തെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റൊക്കെ കിട്ടുന്നത് അങ്ങനെയാണ്. എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോസും കണ്ടിട്ട് വന്നവരാണ് എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് പയറ് തോരനാണ്. പിന്നെ ആ ചോറൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പയറ് ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടൈം പോകും കേട്ടോ. പിന്നെ പയർ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ അടുത്തതായിട്ട് സോയാബീൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോയാബീൻ ഇന്ന് ഫ്രൈ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. വെള്ളം അത്യാവശ്യമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി സോയാബീൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല സോയാബീനാണ് കേട്ടോ, നല്ല പുതിയതാണ്. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല അടിപൊളിയായി കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, സോയാബീൻ വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഓവർ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നല്ലോണം തന്നെ വെള്ളം തിളച്ചത് കൊണ്ട് തന്നെ സോയാബീൻ കുറച്ച് അധികമായിട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അത്ര തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എടുത്താലും മതി. ഞാൻ വേറൊരു പണീൻ്റെ ഇടയ്ക്കാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചത്. ഇത് അത്ര അധികം തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് വേറൊരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഇത്ര വേവിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഫ്രൈ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ പിന്നെ വെന്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ സോയാബീനൊക്കെ നല്ലോണം ഞാനൊരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ചോറിൽ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പയർ പെട്ടെന്ന് തന്നെ വെച്ചാൽ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. ഞാനാദ്യം പിന്നെ ഇതാ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കടുകൊക്കെ നല്ലോണം പൊട്ടുന്നുണ്ട്. പിന്നെ ഇതാ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത്യാവശ്യം ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ചോറിൻ്റെ കൂടെ നമ്മൾ ചോറ് കുറച്ചെടുത്തിട്ട് വെജിറ്റബിൾസൊക്കെ കുറച്ച് കൂട്ടി കഴിക്കാനുള്ളൊരു വഴിയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പയർ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തത്. പിന്നെ ഇതാ 2 പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഓവറൊന്നും വേണ്ട.
അതുകൊണ്ടാണ് 2 പച്ചമുളക് ഇട്ട് കൊടുത്തത്. പിന്നെ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ നിരന്നെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊന്ന് അടക്കി പെറുക്കി വെക്കുകയാണ്. പിന്നെ ഇതാ നമ്മളെ പയറ് തോരനൊക്കെ നല്ലോണം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സോയാബീനിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ. വേറെ പ്രത്യേകിച്ചൊന്നും ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തതിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് വേറെ ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇതിപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രൈ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഫ്രൈ ചെയ്യാതെ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ വാട്ടിയിട്ടെടുക്കാം. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു രസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ പയറും നമ്മുടെ സോയാബീനൊക്കെ വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ സവാള വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റാൽ പിന്നെ സമയം പോണതേ അറിയില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് ക്ലോക്കിൽ നോക്കുമ്പോൾ 9 മണിയായിരിക്കും. പിന്നെ ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിലത്തെ കറിവേപ്പിലാണ് കേട്ടോ. വാങ്ങി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ സോയാബീൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കിട്ടിയത്. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പയർ ഞാൻ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പയറാണ് റുതക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ സോയാബീൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ എടുത്തിട്ടുമില്ല കേട്ടോ. പിന്നെ സോയാബീൻ ഫ്രണ്ട്സിന് ആരെങ്കിലും ഷെയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ഷെയർ ചെയ്യലുണ്ട് കേട്ടോ ഫുഡൊക്കെ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താണ് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവൾക്കുള്ള വാട്ടർ ബോട്ടിലും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അയ്മൺ പതിവ് പോലെ കടയിലേക്ക് പോവാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവന് കൈയൊക്കെ തരുന്നുണ്ട് കേട്ടോ. എന്നും നോക്കൂട്ടോ ലൈക്ക് ഉണ്ടോ പിന്നെ അതുപോലെ സബ് എത്രയെന്നൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അയ്മൺ. പിന്നെ അവൻ്റെ പുതിയ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. പിന്നെന്താണ് അപ്പോൾ അയ്മണിന് അവന് സാധനം വാങ്ങിക്കാനുള്ള പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞോളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.